തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ പറയുന്നതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നതിന് വേണ്ടിയാണ് അവർ നേരിട്ട് തന്നെ ഒരു അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ ഒരു രേഖയായി കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കോടതി ചെയ്യാൻ പോകുന്നത് കേസിന്റെ മെറിറ്റ് പരിശോധിച്ചുകൊണ്ട് ഈ ഒരു കേസിൽ, അതായത് ജാമ്യത്തിന് അർഹനാണോ അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത് വിക്കിയുമായിട്ടുള്ള സാക്ഷിയെ സ്വാധീനിക്കുവാനോ അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുവാനോ ഏതെങ്കിലും സാധ്യതയുണ്ടോ, ഇദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് മാൻഡേറ്ററി ആണോ എന്നുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ഒരു ജാമ്യാപേക്ഷയുടെ സമയത്ത് കോടതി പരിശോധിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ഈ പറയുന്ന പ്രതി ആരോപിക്കപ്പെട്ട ആളിന്റെ മുൻകാല പശ്ചാത്തലവും അല്ലെങ്കിൽ അദ്ദേഹം സമാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കേസുകളും ഒക്കെ തന്നെ കോടതി മുഖവിലേക്ക് എടുക്കുന്നത് പതിവാണ്. പക്ഷെ ഇവിടെ ഒരു കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കേസിൽ നോട്ട് ടു അറസ്റ്റ് കോടതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നോട്ട് ടു അറസ്റ്റിന്റെ കാലയളവിൽ അദ്ദേഹം ആ ഒരു കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീണ്ടും അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനോ അതല്ലെങ്കിൽ അതിജീവിതയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ കേസന്വേഷണത്തിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കേസന്വേഷണത്തെ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള വസ്തുതകൾ മാത്രമേ കോടതിക്ക് പരിശോധിക്കുകയുള്ളൂ. ഇവിടെ പലപ്പോഴും മാധ്യമങ്ങളിലും മറ്റു വാർത്തകളൊക്കെ നമുക്ക് വരുന്നത് വലിയൊരു വിചാരണ അല്ലെങ്കിൽ അതൊക്കെ ഒരു കേസിന്റെ മെറിറ്റിനെ കുറിച്ചും ഡിമെറിറ്റിനെ കുറിച്ചും ഒക്കെ ഒരു ട്രയൽ നടത്തുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കോടതിക്ക് പരിശോധിക്കാൻ കഴിയത്തുള്ളൂ. അതല്ലാതെ പ്രാഥമികമായ വസ്തുതകൾ മാത്രമാണ് ഒരു ബെയിലിന്റെ സാഹചര്യത്തിൽ ബെയിലിന്റെ സമയത്ത് കോടതി പരിശോധിക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ബെയിലിന് അർഹനാണോ എന്നുള്ള കാര്യം തീരുമാനിച്ച ശേഷം കോടതി ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടാണല്ലോ പരാതിക്കാരി തന്നെ ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അക്കാര്യങ്ങൾ എന്തായാലും പരിഗണിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം സ്ത്രീകൾക്കെതിരായിട്ടും കുട്ടികൾക്കെതിരെയുള്ള പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾക്കും അതോടൊപ്പം തന്നെ SC അട്രോസിറ്റി ഉള്ള കേസുകൾക്കും സ്വാഭാവികമായിട്ടും ജാമ്യത്തിന് മുൻപ് തന്നെ പരാതിക്കാരിക്ക് നോട്ടീസ് കോടതികൾ അയക്കുന്നത് പതിവാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പരാതിക്കാർക്ക് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ പ്രോസിക്യൂഷൻ അറിയിച്ചത് കൂടാതെ ഏതെങ്കിലും കാര്യങ്ങൾ കോടതിയെ കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിജീവിത എന്ത് ചെയ്യുന്നത്, കോടതിയിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയുന്നത്. ഇവിടെ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസിന്റെ മെറിറ്റ് അല്ല ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്, ഈ ഒരു ജാമ്യ ഹർജി മാത്രമാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. കേസിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ തന്നെ കേസിന്റെ വിചാരണ വേളയിൽ മാത്രമേ ഒരു കോടതിക്ക് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ആ കേസിന്റെ ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ് കേസ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ എന്താണ് ഇവർ ഓരോരുത്തരും ചെയ്ത കുറ്റം എന്ന് കൃത്യമാവുകയുള്ളൂ. ആ ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്തുമ്പോൾ സാക്ഷി വിസ്താരങ്ങളും തെളിവ് ശേഖരണവും നടത്തുന്ന സാഹചര്യത്തിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു അപഗ്രഥനം ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള കാര്യങ്ങളെന്ന് പറയുന്ന പ്രാഥമികമായ വസ്തുതകളാണ്. അതായത് വാദിഭാഗമായാലും പ്രതിഭാഗമായാലും പ്രോസിക്യൂഷൻ ആയാലും പോലീസ് ആയാലും കണ്ടെത്തിയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ജാമ്യ ഹർജിയിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ജാമ്യം എന്ന് പറയുന്നത് ഒരാളുടെ റൈറ്റ് ആണ്. ഒരു ജാമ്യം ഒരു കേസിൽ ഒരാൾക്ക് കിട്ടിയത് കൊണ്ട് ആ കേസിന്റെ മെറിറ്റിനെയോ അല്ലെങ്കിൽ ആ കേസിന്റെ മുൻപോട്ടുള്ള പോക്കിനെയോ ബാധിക്കണമെന്നില്ല. സ്വാഭാവികമായിട്ടും ഒരു കേസിനെ ആസ്പദമാക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേസിന്റെ കുറ്റപത്രവും പിന്നീടുള്ള ട്രയൽ നടപടിക്രമങ്ങളും ഒക്കെയാണ് ഒരു കേസിന്റെ ഒരാൾ കുറ്റാരോപിതനാണോ കുറ്റക്കാരനാണോ എന്നൊക്കെ വിധിക്കുന്നതിൽ പ്രധാനമാകുന്നത്. ഒരിക്കലും ഒരു ജാമ്യം എന്ന് പറയുന്നത് കൊണ്ട് എന്തില്ല, ഒരിക്കലും കഴിയില്ല. പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതേ ഈ ആരോപണ വിധേയം തന്നെ മറ്റൊരു കേസുമായി സമാന സ്വഭാവമുള്ള മറ്റൊരു കേസുമായി ഇന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. സ്വാഭാവികമായിട്ടും കോടതിക്ക് അത് പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല, കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും കോടതി ആ കാര്യം കൂടെ പരിശോധിക്കും. അപ്പോൾ അതിന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, കോടതി ആ ഒരു നോട്ട് ടു അറസ്റ്റ് കൊടുത്തിരുന്ന ഒരാള് പോലീസ് ഇങ്ങനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോടതി പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ അവകാശമാണ് ജാമ്യം എന്ന് പറയുന്നത്. അദ്ദേഹം നിയമത്തിൽ നിന്ന് ഒളിവിൽ നിന്നുകൊണ്ടെങ്കിൽ പോലും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥക്കെതിരായിട്ടോ അല്ല അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആദ്യ കേസ് വന്നപ്പോൾ അദ്ദേഹം കോടതിയെ സമീപിച്ചു, രണ്ടാമത്തെ കേസ് വന്നപ്പോൾ കോടതിയെ സമീപിച്ചു, മൂന്നാമത്തെ കേസ് വന്നപ്പോഴും കോടതിയെ സമീപിച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം കോടതി ഇദ്ദേഹത്തിന് പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷികളെ സ്വാധീനിക്കുവാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ കേസ് അന്വേഷണത്തെ ഗതി മാറ്റിവിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകുമോ എന്നുള്ള പ്രാഥമികമായ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.